മീര വീട്ടിലേക്കെത്തുമ്പോൾ രാവിലത്തെ ചോക്കിങ് എല്ലാം കഴിഞ്ഞ് ഡൈനിങ് ടേബിൾ മുന്നിലിരുന്ന് ഭക്ഷണം കഴിക്കുകയാണ് രുദ്രൻ. വാതിൽ തുറന്ന് അകത്തേക്ക് കടന്ന മീരയെ കണ്ടതും അവൻ്റെ കണ്ണുകൾ അവളിൽ തെറഞ്ഞു. നീ എവിടെ പോയിരുന്നു മീര? സാധാരണ ചോദ്യം പോലെ തോന്നിയില്ലെങ്കിലും അതിനു പിന്നിൽ ഒളിഞ്ഞിരുന്ന ഗൗരവമുണ്ടെന്ന് അവൾക്കും മനസ്സിലായി. ഞാൻ അമ്മയെ കാണാൻ പോയതായിരുന്നു രുദ്രേട്ട. ഒരു നിമിഷം പോലും വൈകാതെ അവൾ മറുപടി പറഞ്ഞു. എന്നാൽ അവളുടെ കണ്ണിൽ തെളിഞ്ഞ പരിഭ്രമം രുദ്രൻ ശ്രദ്ധിച്ചിരുന്നു. അതിനിനി 3 ദിവസം കൂടിയല്ലേ ഉള്ളൂ അമ്മ ഇങ്ങോട്ട് വരാൻ? അവൻ ശാന്തമായി അവളോട് ചോദിച്ചു. അതെ, പക്ഷെ പിന്നെ നീ അമ്മയുടെ അടുത്ത് എത്തിയിട്ടില്ലെന്ന് ഞാൻ അറിഞ്ഞു. ആ വാക്കുകൾ കേട്ടതും മീരയുടെ ഹൃദയമൊന്ന് നിലച്ചതുപോലെ തോന്നി. രുദ്രൻ കസേരയിൽ നിന്ന് എഴുന്നേറ്റു. കൈ കഴുകിയ ശേഷം പതിയെ അവളുടെ അടുത്തേക്ക് നടന്നു. എങ്ങോട്ടാണ് പോയതെന്ന് പറഞ്ഞ നിനക്ക് നല്ലത് മീര. അവൻ്റെ സ്വരത്തിൽ ദേഷ്യത്തേക്കാൾ കൂടുതൽ ഉറപ്പായിരുന്നു. മീരയുടെ കൈവിരലുകൾ പരസ്പരം കോർത്തു പിടിച്ചു. അത് എൻ്റെ ഫോൺ കേടായിരുന്നു രുദ്രേട്ട, അത് നന്നാക്കാൻ പോയതാ. വായിൽ വന്ന ആദ്യത്തെ കള്ളം വീണ്ടും അവൾ പറഞ്ഞു. അത് കേട്ടത് രുദ്രൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി തെളിഞ്ഞു. പക്ഷെ അത് സന്തോഷമുണ്ടായിരുന്നില്ല. എൻ്റെ ഭാര്യയ്ക്ക് ഇങ്ങനെയൊക്കെ കള്ളം മുഖത്ത് നോക്കി പറയാൻ പറ്റുമോ? മീര ഞെട്ടി അവനെ നോക്കി. നീ ആ ഡിറ്റക്റ്റീവിനെ കാണാൻ പോയി. നിന്റെ ചേച്ചി എവിടെയാണെന്ന് നീ അന്വേഷിച്ചറിഞ്ഞു. അവൾക്ക് സംഭവിച്ചതെന്താണെന്നും നീ അറിഞ്ഞു. പിന്നീട് രാഹുലിൻ്റെ ജോലി പോക്കിയത് ഞാനാണെന്നും അവൾ നിന്നോട് പറഞ്ഞു. ഒരു നിമിഷം നിർത്തി അവൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. ഇതല്ലേ നടന്നത്? അവൻ്റെ ഓരോ വാക്കുകളും മീരയുടെ നെഞ്ചിൽ കല്ലുപോലെ പതിച്ചു. രുദ്രേട്ടന് ഇതെല്ലാം അറിയാമായിരുന്നു. അവളുടെ ശബ്ദം വിറച്ചു. അറിയാം, ഒറ്റ വാക്കിൽ മറുപടി പറഞ്ഞവൻ. എന്നിട്ട് എന്താണ് ഇതെല്ലാം എന്നോട് മറച്ചു വെച്ചേ? മീരയുടെ കണ്ണുകൾ നിറഞ്ഞു. പറ രുദ്രേട്ട, എന്തിനാ ഇതെല്ലാം എന്നോട് മറച്ചു വെച്ചത്? അവൾ വീണ്ടും ചോദിച്ചപ്പോൾ രുദ്രൻ്റെ മുഖം മങ്ങിപ്പോയി. അവൻ കുറച്ചു നേരം ഒന്നും പറഞ്ഞില്ല. കാരണം അവൾ ചോദിച്ചതിന് പിന്നിൽ വർഷങ്ങളായി അവൻ്റെ മനസ്സിൽ അടഞ്ഞുകൂടിയ വേദനയുണ്ടായിരുന്നു. മറ്റൊരു കാരണവുമില്ല. അവൾ പതിയെ പറഞ്ഞു. ഞാനും നീയും വിവാഹം കഴിച്ചെന്നറിഞ്ഞാൽ അവൾക്ക് സന്തോഷമുണ്ടാകുമെന്ന് നീ കരുതുന്നുണ്ടോ? നീയും കൂടി എന്നെ വിട്ടുപോയാൽ? അത് കേട്ടത് മീര അവനെ മിഴിച്ചു നോക്കി. അവൾക്കെന്നോട് വെറുപ്പ് മാത്രമേ ഉണ്ടാകൂ മീര. ആ വാക്കുകൾ പറയുമ്പോൾ രുദ്രൻ്റെ കണ്ണുകൾ ഒരു പഴയ മുറിവിൻ്റെ നീറ്റിൽ ഇപ്പോഴും തെളിഞ്ഞു നിന്നിരുന്നു. ചേച്ചിയെ സ്നേഹിച്ചവൻ അനിയത്തിയെ വിവാഹം കഴിച്ചെന്ന് അവൾ എന്ത് വിചാരിക്കും? മീരയുടെ നെഞ്ചു പിടഞ്ഞു. ഇത്രയും കാലം രുദ്രൻ്റെ മനസ്സിൽ ഇങ്ങനെയൊരു ഭയം ഉണ്ടായിരുന്നെന്ന് അവൾ ഒരിക്കലും ചിന്തിച്ചിരുന്നില്ല. നിന്നോട് അവൾക്ക് സ്നേഹമുണ്ടായിരുന്നെങ്കിൽ അമ്മയെ കാണാനെങ്കിലും അവൾ വന്നേനെ നമ്മുടെ അടുത്ത്, അവൻ വീണ്ടും പറഞ്ഞു. ഞാൻ ഇവിടെയുണ്ടെന്ന് അവൾക്കറിയാം. എന്നിട്ടും അവൾ ഈ പടിക്കൽ കയറി വന്നിട്ടില്ല, നിന്നെ ഓർത്ത് പോലും. ഓരോ വാക്ക് പറയുമ്പോഴും രുദ്രൻ്റെ ഉള്ളിൽ അടിഞ്ഞുകൂടിയ നിരാശ പുറത്തേക്ക് ഒഴുകുന്നുണ്ടായിരുന്നു. എന്തുകൊണ്ടാണെന്ന് നീ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ മീര? മീരക്ക് മറുപടി ഉണ്ടായിരുന്നില്ല അവൻ്റെ ചോദ്യങ്ങൾക്ക് മുന്നിൽ. കാരണം അവൾ ഇതുവരെ ചേച്ചിയുടെ ഭാഗം മാത്രമാണ് ചിന്തിച്ചത്. രുദ്രൻ്റെ ഹൃദയത്തിൽ എന്താണ് നടക്കുന്നതറിയാൻ അവൾ അറിഞ്ഞിരുന്നില്ല. അവൾക്ക് എന്നോട് വെറുപ്പാണ് മീര, അവൻ ഉറച്ച സ്വരത്തിൽ പറഞ്ഞു. ചെറിയമ്മ കാരണമാണ് എല്ലാം സംഭവിച്ചതെങ്കിലും സ്വന്തം അനിയത്തിയെ വിവാഹം കഴിച്ചവനെ അവൾ ഒരിക്കലും അംഗീകരിച്ചില്ല. കാരണം ഒരു കാലത്ത് ഞാനും അവളും അത്രമേൽ അടുത്തവരാണ്. ആ വാക്കുകൾ കേട്ടതും മീര നിശബ്ദമായി നിന്നു. തൻ്റെ ചേച്ചിയെക്കുറിച്ചുള്ള സത്യം അറിഞ്ഞപ്പോഴുണ്ടായ സന്തോഷം പതിയെ ഇല്ലാതാവുകയായിരുന്നു. അതിനു പകരം ഒരു പുതിയ സംശയം അവളുടെ മനസ്സിൽ ജനിച്ചു. ശരിക്കും ചേച്ചിക്ക് രുദ്രനോട് വെറുപ്പാണോ? അതോ അവൾക്ക് മറ്റെന്തെങ്കിലും കാരണമുണ്ടോ? മീരയുടെ മൗനം ശ്രദ്ധിച്ച രുദ്രൻ വീണ്ടും ഒരു ദീർഘശ്വാസം വിട്ടു. അവളെ വേദനിപ്പിക്കാനല്ല ഞാൻ ഇതെല്ലാം പറഞ്ഞതെന്ന് അവൻ ആഗ്രഹിച്ചു. പക്ഷെ സത്യം മറച്ചു വെക്കാനും ഇനി കഴിയില്ലായിരുന്നു. അവൻ പതിയെ അവളുടെ അടുത്തേക്ക് നടന്നു. ഇനി അവളെ തേടി പോകരുത് മീരാന്നി. അവൾ മറ്റൊരുവനെ സ്നേഹിക്കുന്നുണ്ട്. അവനും ആഗ്രഹിക്കുന്നുണ്ട് അവളെ സ്വന്തമാക്കാൻ. അവൻ്റെ ശബ്ദം ഇത്തവണ മൃദുവായിരുന്നു. അവൾ എവിടെയാണെന്ന് എനിക്കറിയാം. അമ്മയുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. അമ്മയോട് ഞാൻ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞും കൊടുക്കാം. മീര പതിയെ തലയുയർത്തി അവനെ നോക്കി. അവൻ്റെ കണ്ണുകളിൽ ദേഷ്യമോ വെറുപ്പോ ഉണ്ടായിരുന്നില്ല, ഭയം മാത്രം. തന്നെ നഷ്ടപ്പെടുമോ എന്ന ഭയം. വീണ്ടും പഴയ മുറിവുകൾ തുറക്കപ്പെടുമോ എന്ന ഭയം. അവൻ്റെ ഹൃദയം അത്രയും നാളായി ഒറ്റയ്ക്ക് വായിച്ചു കൊണ്ടിരുന്ന ഭയം. മീരയുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു. ഒരു വശത്ത് ചേച്ചിയെ കാണാനുള്ള ആഗ്രഹം, മറുവശത്ത് മുന്നിൽ നിൽക്കുന്ന മനുഷ്യൻ്റെ വേദന. ആ രണ്ട് വികാരങ്ങൾക്കിടയിൽ കുടുങ്ങി അവൾ നിശബ്ദയായി നിന്നു. അവനെ ഇറുകെ പുണർന്നു. ആ നിശബ്ദതയിൽ ഇരുവരുടെയും ഹൃദയമിടിപ്പുകൾ മാത്രം മുഴങ്ങിക്കേട്ടു.
മീരയും രുദ്രനും തമ്മിലുള്ള സംഭാഷണം അവസാനിക്കുമ്പോൾ ഹാളിൽ ഒരു മൂലയിൽ നിശബ്ദമായി നിന്നിരുന്ന ജാനകിയമ്മയുടെ ഹൃദയം വേദനകൾ കൊണ്ട് നിറഞ്ഞു നിന്നിരുന്നു. അവർ കേൾക്കാൻ ആഗ്രഹിക്കാത്ത പല കാര്യങ്ങളും അവരുടെ കാതുകളിലെത്തി. മകന്റെ ശബ്ദത്തിൽ ഒളിഞ്ഞിരുന്ന ഭയവും വേദനയും നിരാശയും ഒരമ്മയുടെ ഹൃദയത്തിൽ തിരിച്ചറിയാൻ പ്രത്യേകിച്ച് ആരും പഠിപ്പിക്കേണ്ടതില്ലല്ലോ. അവരുടെ കണ്ണുകൾ അറിയാതെ നിറഞ്ഞു. രുദ്രൻ ചെറുപ്പം മുതൽ എന്താഗ്രഹിച്ചാലും സ്വന്തമാക്കാൻ കഴിവുള്ളവൻ. പക്ഷെ സ്നേഹത്തിന്റെ കാര്യത്തിൽ മാത്രം മതി അവനോടൊന്ന് ക്രൂരതയാണ് കാണിച്ചത്. ഒരാളെ ജീവനേക്കാൾ അധികം അവൻ സ്നേഹിച്ചു പോയി. സ്നേഹം നഷ്ടപ്പെടുമ്പോൾ ഉള്ളിൽ എത്രത്തോളം തകർന്നുവെന്ന് മറ്റാരും അറിഞ്ഞിരുന്നില്ലെങ്കിൽ ഒരമ്മയെ താൻ കണ്ടിരുന്നു. മീരയും അവന് കൂട്ടിരുന്നു. രാത്രികൾ ഉറങ്ങാതെ ജനാലക്കരികിൽ ഇരിക്കുന്നുണ്ട്. ആരോടും ഒന്നും പറയാതെ സ്വയം ഒതുങ്ങി. ഹിരണിയെ മാത്രം ഓർത്ത് അവൻ ഒരുപാട് വേദനിച്ചു. ചിരിക്കാൻ പോലും മറന്ന ദിവസങ്ങൾ ഓരോന്നും ഇന്നും അവരുടെ ഓർമ്മയിൽ മായാതെ കിടക്കുന്നു. വീണ്ടും പഴയ കാര്യങ്ങളെല്ലാം കേൾക്കുമ്പോൾ ആ പഴയ മുറിവുകൾ തുറക്കപ്പെടുന്നത് പോലെയാണ് ജാനകി അമ്മക്ക് തോന്നിയത്. എൻ്റെ കണ്ണ, അവർ മനസ്സിൽ വിളിച്ചു. ഇനി എൻ്റെ മോനെ വീണ്ടും നീ ദുഃഖത്തിലേക്ക് തള്ളിവിടരുത്. അറിയാതെ അവരുടെ കൈകൾ വിറച്ചു. രുദ്രന്റെ ജീവിതത്തിലേക്ക് മീര വന്നതിന് ശേഷമാണ് അവൻ വീണ്ടും പഴയതുപോലെ ജീവിക്കാൻ തുടങ്ങിയത്. വീട്ടിൽ ചിരി തിരികെ വന്നത്. അവൻ്റെ കണ്ണുകൾ പ്രകാശം മങ്ങി തുടങ്ങിയത്. അവൻ്റെ ജീവിതത്തിൽ സന്തോഷം വീണ്ടും വിരുന്നിനെത്തിയത്. അതെല്ലാം മീര വന്നതിന് ശേഷമാണ്. ഇനി അവളെയും കൂടെ നഷ്ടപ്പെട്ട എൻ്റെ മോൻ്റെ അവസ്ഥ. ആ ചിന്ത പോലും ജാനകിയമ്മയെ ഭയപ്പെടുത്തി. കാരണം തകർന്നു പോയ രുദ്രനെ അവർ മുമ്പ് കണ്ടിട്ടുണ്ട്. പക്ഷെ ഇനിയും ഒരിക്കൽ കൂടി അവൻ അങ്ങനെ തകർന്നാൽ അവൻ അത്രയും ക്രൂരനും വികാരവുമില്ലാത്തവനായി മാറുമെന്ന് അവർക്കറിയാം. അതുകൊണ്ട് തന്നെ അവർക്ക് ഭയമായിരുന്നു ആ കാര്യത്തിൽ. മീരയും രുദ്രനും പരസ്പരം മനസ്സിലാക്കി സന്തോഷത്തോടെ ജീവിക്കണമെന്നാണ് അവരുടെ ഏറ്റവും വലിയ ആഗ്രഹം. കുറച്ചു നേരം അവിടെ നിന്ന ശേഷം ജാനകിയമ്മ പതിയെ തിരിഞ്ഞു നടന്നു. അവരുടെ കാലുകൾ നേരെ പൂജാമുറിയിലേക്കായിരുന്നു. അവർക്ക് ഈ വീട്ടിലെ ഏറ്റവും പ്രിയപ്പെട്ട ഇടത്തേക്ക് നടന്നു. അവരുടെ എല്ലാവരുടെ സന്തോഷവും സങ്കടങ്ങളും പങ്കുവെക്കുന്ന കണ്ണൻ്റെ സമ്മതി. വിളക്ക് മൃദുവായി കത്തുന്നുണ്ടായിരുന്നു അവിടെ. കൃഷ്ണവിഗ്രഹത്തിന് മുന്നിലേക്ക് ചെന്നു നിന്നതും ജാനകിയമ്മയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അവർ കൈകൾ കൂപ്പി കണ്ണുകൾ അടച്ചു. എൻ്റെ കണ്ണാ, ഇങ്ങനെ വിങ്ങിപ്പൊട്ടി ആ മുറിക്കുള്ളിൽ മുഴങ്ങി. ഇത്രയും നാൾ ഞാൻ നിന്നോട് ഒന്നും ചോദിച്ചിട്ടില്ല. പക്ഷെ എന്ന് ചോദിക്കുകയാണ്. എൻ്റെ മോൻ്റെ സന്തോഷം കാത്തു സൂക്ഷിക്കണം നീ. ഒരു തുള്ളി കണ്ണുനീർ അവരുടെ കവളിലൂടെ ഒഴുകിയിറങ്ങി. ഇനി അവനെ കരയിപ്പിക്കരുത്. അവൻ്റെ ജീവിതത്തിൽ വന്നിരിക്കുന്ന ഈ പെൺകുട്ടി എന്നും അവൻ്റെ കൂടെ ഉണ്ടാകണം കണ്ണ. എൻ്റെ മക്കൾ രണ്ടുപേരും ഇങ്ങനെ സന്തോഷത്തോടെ ജീവിക്കുന്നത് എനിക്ക് കാണണം. ജാനകിയമ്മയുടെ ഹൃദയം നിറഞ്ഞു. അതോടൊപ്പം മറ്റൊരു മോഹം അവരുടെ മനസ്സിൽ മുളച്ചു. രുദ്രൻ്റെയും മീരയുടെയും കുഞ്ഞിനെ കൈകളിൽ എടുക്കുന്ന ദിവസം, ആ കുഞ്ഞിൻ്റെ ചിരി ഈ വീടിൻ്റെയും മുഴുവൻ നിറയുന്ന ദിവസം, ആ കുഞ്ഞിനെ കൊഞ്ചിച്ച് നടക്കാനുള്ള ഭാഗ്യം. ആ ചിന്ത മാത്രം മതിയായിരുന്നു അവരുടെ മുഖത്ത് ഒരു ചെറു പുഞ്ചിരി വിരിയാൻ. എനിക്ക് അതും കാണിച്ചു തരണം കണ്ണാന്നി. എൻ്റെ അവസാനത്തെ ആഗ്രഹമാണതെല്ലാം. അവർ ഭക്തിയോടെ പ്രാർത്ഥിച്ചു. ഈ വീടിൻ്റെ മുറ്റത്ത് ഒരു കുഞ്ഞു കാലച്ച കൂടി മുഴങ്ങണം. എൻ്റെ മക്കളുടെ സ്നേഹത്തിൻ്റെ മുന്നിൽ അടയാളമായി ഒരു കുഞ്ഞ് ഈ വീട്ടിലേക്ക് വരണം. കൃഷ്ണവിഗ്രഹത്തിലേക്ക് നോക്കി ജാനകിയമ്മയുടെ കണ്ണുകൾ പ്രതീക്ഷയുടെ വെളിച്ചം നിറഞ്ഞു. ഒരമ്മയുടെ പ്രാർത്ഥനയായിരുന്നു അത്. സ്വന്തം മകൻ്റെ സന്തോഷത്തിന് വേണ്ടി മാത്രം ഉരുകി നടന്ന അമ്മയുടെ പ്രാർത്ഥന. വിളക്കിൻ്റെ നാളം കാറ്റിൽ ചെറുതായി ഇളകി. ആ പ്രാർത്ഥന കേട്ട് കണ്ണൻ്റെ പുഞ്ചിരിക്കുന്നത് പോലെ ജാനകിയമ്മക്ക് തോന്നി. കരഞ്ഞുകൊണ്ട് വീടിനകത്തേക്ക് കയറിയെത്തിയ കാവ്യയെ കണ്ടതും ഹാളിലേക്ക് എല്ലാവരും അമ്പരന്നു. അവളുടെ കണ്ണുകൾ ചുവന്നിരുന്നു. കവളിലൂടെ കണ്ണുനീർ ഒഴുകിക്കൊണ്ടേയിരുന്നു. ആരെയും നോക്കാതെ അവൾ നേരെ മുകളിലേക്ക് പടികൾ കയറി. കാവ്യ! വെങ്കടി വിളിച്ചെങ്കിലും അവൾ തിരിഞ്ഞു നോക്കിയില്ല. മുറിയുടെ വാതിൽ ശക്തമായി അടയ്ക്കുന്ന ശബ്ദം വീടാകെ മുഴങ്ങി. ആ കാഴ്ച കണ്ട വെങ്കടിയുടെ അമ്മ ആശങ്കയോടെ അവനെ നോക്കി. എന്താടാ അവൾക്ക് പറ്റിയത്? അവർ ഉത്കണ്ഠയോടെ ചോദിച്ചു. എന്തിനാ ഇങ്ങനെ അവർ കഴിയുന്നത്? നീ വല്ലതും പറഞ്ഞോ അവളോട്? വെങ്കടി ഒരു നിമിഷം മിണ്ടാതെ നിന്നു. ശേഷം പതിയെ സോഫയിലേക്കിരുന്നു. അവൻ്റെ മുഖത്തും വേദന വ്യക്തമായിരുന്നു. ഞാൻ അവളുടെ വീട്ടിൽ പോയിരുന്ന അമ്മേ. വാക്കുകൾ കേട്ടതും വെങ്കടിയുടെ അമ്മ നെറ്റി ചുളിച്ചു. എന്തിന്? അവൾ ആരോടും പറയാതാണ് ഇങ്ങോട്ട് വന്നത്. അവൻ ഒരു ദീർഘശ്വാസം വിട്ടു. അതുകൊണ്ട് എല്ലാം തുറന്നു പറയാനാണ് ഞാൻ പോയത്. എന്തു പറഞ്ഞു നീ? ഞങ്ങൾ 2 വർഷത്തിലേറെ സ്നേഹിക്കുന്നുണ്ടെന്നും ഇപ്പോൾ അവൾ എൻ്റെ ഭാര്യയാണെന്നും പറഞ്ഞു. ആ വാക്കുകൾ കേട്ടതും അവരുടെ മുഖം മങ്ങി.
കാരണം പിന്നെ നടന്നതൊന്ന് അവർക്ക് ഏകദേശം ഊഹിക്കാൻ കഴിഞ്ഞു. വെങ്കിടി തല താഴ്ത്തി. പക്ഷെ അവർക്ക് അത് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. അമ്മേ. അവൻ്റെ കണ്ണിൽ നിരാശ വന്നു. കാവ്യയുടെ അച്ഛനും ഏട്ടനും. വാക്കുകൾ പാതിയിൽ മുറിഞ്ഞു. ഒരു നിമിഷം അവൻ കണ്ണുകളടച്ചു. ആ രംഗം വീണ്ടും മനസ്സിലേക്ക് ഓടിയെത്തി. അവർ അവളെ പടിയെറിച്ച് പിണ്ടം വെച്ചവളായി പ്രഖ്യാപിച്ചു. അമ്മേ. ആ വാക്കുകൾ കേട്ടതും അവരുടെ ഹൃദയം ഒന്ന് പിടഞ്ഞു. എന്താ പറയുന്നത്? അവർ ഞെട്ടലോടെ ചോദിച്ചു. വെങ്കിടി പതിയെ തലകുലുക്കി. അതേ അമ്മേ, ഇനി അവൾക്ക് ആ വീടുമായി ഒരു ബന്ധവുമില്ലെന്ന് അവരും പറഞ്ഞു. അവരുടെ മകളല്ലെന്നുവരെ പറഞ്ഞു. വെങ്കിടിയുടെ അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു. ഒരു പെൺകുട്ടിക്ക് സ്വന്തം വീട്ടിൽ നിന്ന് കേൾക്കേണ്ടി വരുന്ന ഏറ്റവും ക്രൂരമായ വാക്കുകളാണവ. വെങ്കിടിയുടെ മനസ്സും ശാന്തമായിരുന്നില്ല. കാവ്യ കരഞ്ഞുകൊണ്ട് പോകുന്നത് കാണുമ്പോൾ അവൻ്റെ നെഞ്ച് പൊട്ടുന്നത് പോലെ തോന്നി. തന്നെ മാത്രം സ്നേഹിച്ചവൾ, അവൾക്കാണ് ഈ അവസ്ഥ. പക്ഷെ സത്യം മറച്ചു വെക്കാൻ അവന് കഴിയുമായിരുന്നില്ല. ഇന്നല്ലെങ്കിൽ നാളെ ഈ കാര്യം എല്ലാവരും അറിയേണ്ടി വരും.